വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവൻ നായരുടെ സങ്കടം കണ്ടിട്ട് സത്യഭാമയ്ക്കും കരച്ചിൽ വരുന്നുണ്ട്. അകത്ത് നിൽക്കുന്ന വിഷ്ണുവും സങ്കടം വരികയാണ്. തുടർന്ന് ഭാമ എഴുന്നേറ്റിട്ട് മുന്നോട്ട് വന്ന് ഭാമ പറയുന്നുണ്ട്, നമ്മുടെ വീട് എന്നും നമുക്കൊരു വേദന തന്നെയാണ്, അതെൻ്റെ മനസ്സിലും കിടന്ന് വിങ്ങുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെന്നോ കിട്ടുമെന്നോ അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും അങ്ങനെ ഇല്ല. പക്ഷേ കാലം അങ്ങനെ ഒരു വിചാരമൊന്നുമില്ല. പക്ഷേ കാലം നമ്മുടെ മുന്നിൽ അത് കൊണ്ടുവയ്ക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുപോലെ നമുക്കിനിയുള്ള കാലം മുന്നോട്ട് ജീവിക്കാൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ തല ഉലുക്കുന്നുണ്ട്. അന്നേരം ഈ സംസാരം കേൾക്കുമ്പോൾ വിഷ്ണുവിൻ്റെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണീരിങ്ങനെ ഒഴുകുകയാണ്. തുടർന്ന് വിഷ്ണു കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഈശ്വര, ഞാനതെങ്ങനെ ഇവർക്ക് അവകാശത്തോടു കൂടി തിരിച്ചെടുത്ത് കൊടുക്കും എന്നിങ്ങനെ മനസ്സിലാലോചിച്ച് നിൽക്കുന്നുണ്ട്. ഈ സമയം അവിടെ നൂറാണെങ്കിൽ അവിടെ സുബൈറിൻ്റെ വീട്ടിലെ ഹാളിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഈ സമയത്ത് നസീർ പുറത്തുനിന്ന് വരികയാണ്. അന്നേരം ഈ ബുക്കൊക്കെ എടുത്ത് നോക്കിയിട്ട്, ഇതെന്താ വലിയ എഴുത്തും വായനയൊക്കെ ആയാണല്ലോ, നീ ഇവിടെ ഡോക്ടറായിട്ട് വന്നിട്ട് ഇവിടെ ആർക്കും ഒന്നും നേടാനില്ല എന്നിങ്ങനെ പറഞ്ഞ് നൂറിൻ്റെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട് സെറ്റിയിൽ. അന്നേരം നസീർക്കാക്ക് ഞാൻ എന്താണ് പഠിക്കുന്നത്, എന്തിനാണ് പഠിക്കുന്നത് എന്ന് വല്ല തിട്ടമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്തായാലും നീ ഇനി ഒന്നും പഠിക്കാനൊന്നും പോകണ്ട, നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നിനക്ക് സുഖമായിട്ട് ഇവിടെ നമുക്ക് കഴിയാം. പിന്നെ അമ്മക്കൊക്കെ എന്തെങ്കിലും വച്ചും വിളമ്പിയൊക്കെ തന്ന് 3 നേരം അങ്ങനെ സന്തോഷമായിട്ട് നമുക്ക് ഇവിടെ എങ്ങ് കൂടാം. പിന്നെ ഇടയ്ക്ക് പുറത്തൊക്കെ ഉള്ളൊരു കറക്കം. അപ്പോൾ അതുപോലെ ഏത് പെൺകുട്ടികളാണ് ആഗ്രഹിക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം നസീർക്ക പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ കാണും, പക്ഷേ എനിക്കത് പറ്റില്ല, എനിക്ക് പഠിക്കണമെന്ന് പറയുകയാണ്. അന്നേരം നീ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് ചോദിക്കുമ്പോൾ എനിക്കല്പം പഠിപ്പുള്ളത് കൊണ്ട് എന്നിങ്ങനെ നൂറ് പറയുന്നുണ്ട്. തുടർന്ന് പഠിത്തമൊക്കെ എനിക്ക് പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് നൂറിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുബൈദ വരുന്നുണ്ട്. അന്നേരം ഇവർ ചെറിയ വഴക്കെന്ന പോലെയാണ് സംസാരിക്കുന്നത്. അന്നേരം സമയം രണ്ടുപേരും ഒത്തിരി സ്കൂളിൽ സമയം കിട്ടിയാൽ തുടങ്ങുമല്ലോ വഴക്ക് എന്ന് പറയുകയാണ്. അന്നേരം ഞാനല്ലല്ലോ, ഇവളല്ലേ ഞാൻ പറയുന്നതിന് എതിര് പറയുന്നതെന്ന് നസീർ പറയുന്നുണ്ട്. അന്നേരം നസീർ പറയുകയാണ്, മാമയുടെ അസുഖം ഭേദമാകുന്നവരെ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും, കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളാണ് എന്നിങ്ങനെ പറയുമ്പോൾ, ഇത്രയും നാളും ഞാനും വാപ്പച്ചിയും അല്ലേ കഴിഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് വാപ്പച്ചിക്കും ഞാനും എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതുപോലെ അല്ലല്ലോ കാര്യങ്ങൾ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടത്തണം എന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് പഠിത്തം കഴിഞ്ഞ് മതി വിവാഹം എന്നിങ്ങനെ നൂറ് പറയുമ്പോൾ അവിടെ മോളിൽ നിന്നും ഈ നസീറിൻ്റെ വാപ്പ വന്നിട്ടുണ്ട്. വാപ്പ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. തുടർന്ന് പറയുന്നുണ്ട്, സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെയാണ് സംഭവിച്ചത്, അപ്പോൾ ഇനി കാര്യങ്ങൾ എന്തായാലും നമുക്ക് തീരുമാനിക്കാം, നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം ഞാൻ നടത്താൻ അങ്ങ് തീരുമാനിച്ചു എന്നിങ്ങനെ പറഞ്ഞ് അവിടേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം നസീറിനും സുബൈദയ്ക്കും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. അന്നേരം നൂറ് പറയുന്നുണ്ട്, എനിക്ക് പഠിക്കണം, പഠിത്തം കഴിഞ്ഞ് മതി കല്യാണം എന്ന് പറയുകയാണ്. അന്നേരം ഇവിടെ പെൺകുട്ടികളുടെ അഭിപ്രായം ഞങ്ങൾ ആരും ചോദിക്കാറില്ല, അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെ നടക്കും എന്നിങ്ങനെ ഈ സുബൈറിൻ്റെ വാപ്പ പറയുമ്പോൾ നൂറ് പറയുകയാണ്, വാപ്പച്ചി എനിക്ക് വാക്ക് തന്നതാണ്, പഠിത്തം കഴിഞ്ഞിട്ടേ കല്യാണമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ, ബുക്ക് കൊടുത്തുകൊണ്ടങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ഈ നസീറിൻ്റെ വാപ്പ നിൽക്കുക എന്ന് പറയുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, സുബൈർക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ, സംസാരിക്കാൻ പറ്റാതെ കിടക്കുമ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹം നടത്താനായിട്ട് അങ്ങ് തീരുമാനിച്ചു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, അത് കഴിഞ്ഞേ പോകുന്നുള്ളൂ, പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്നിങ്ങനെ കടുപ്പിച്ച് പറയുമ്പോൾ നൂറിനാണെങ്കിൽ ഒന്നും പറയാൻ സാധിക്കില്ല, ഒറ്റയ്ക്ക് എത്രയെന്ന് വെച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ സുബൈദയ്ക്കും നസീറും ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഈ സമയം അവിടെ രോഹിത് ആണെങ്കിൽ പുറത്ത് പോയിട്ട് ഓട്ടോയിൽ വരുന്നുണ്ട്. എന്തോ ഭക്ഷണമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് രോഹിത് വരുന്നത്. അത് അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ശ്യാമ ചായ കൊടുക്കുന്നുണ്ട്, ചായ കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ശ്യാമ പറയുന്നുണ്ട്, ഇതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല, നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു ചായ കുടിച്ചിട്ട് എത്ര കാലമായി എന്ന് പറഞ്ഞ് ശ്യാമയും അവിടെ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം ഇതൊരു പുതിയ തുടക്കമായിട്ട് നമുക്ക് കരുതാം, മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം ഇതൊരു പുതിയ ജീവിതമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരികെ പോയാലോ എന്നൊക്കെ ഇങ്ങനെ രോഹിത് പറയുന്നുണ്ട്. അന്നേരം ഇല്ല, ഒരിക്കലും ഇല്ല, എന്നെ മനസ്സിലാക്കുന്ന ഒരു മനസ്സ് രോഹിത്തിനുണ്ട്, ഇനി നമുക്ക് പുതിയതായിട്ട് ഒന്നിനും ജീവിച്ച് തുടങ്ങണം, പഴയതൊക്കെ അങ്ങൊരു സ്വപ്നം പോലെ മറക്കാം എന്നൊക്കെ രോഹിത്തും പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശ്യാമയാണെങ്കിൽ രോഹിത്തിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട്, പഴയതുപോലെയൊന്നുമില്ല, എല്ലാം നേരെയാവും എന്നൊക്കെ പറയുമ്പോൾ ഈ രോഹിത്ത് പറയുകയാണ്, നമുക്ക് അച്ഛനെയും അമ്മയും ഒന്ന് പോയി കാണണം, ഞാൻ മൂലം ഉണ്ടായ മാനനഷ്ടത്തിനും മനോവിഷമത്തിനും എല്ലാം ആ കാൽക്കൽ വീണ് എനിക്ക് മാപ്പ് പറയണം എന്ന് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, രോഹിത്ത് ഒന്ന് അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ചെന്ന് നിന്നാൽ മാത്രം മതി, എല്ലാ തെറ്റുകൾക്കും അവർ മാപ്പ് തന്നോളും, രോഹിത്തിനെ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നിങ്ങനെ ശ്യാമ പറയുകയാണ്. ഇതേ സമയം അവിടേക്ക് ഉപേന്ദ്രനും സുസ്മിതയും കൂടി എത്തുന്നുണ്ട്. അവരിങ്ങനെ വാതിലിലോട്ട് കയറുമ്പോൾ തന്നെ ശ്യാമയും രോഹിത്തും കൂടി നന്നായിട്ട് ചിരിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ സുസ്മിതയ്ക്ക് ആകെപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. ഭാര്യയും ഭർത്താവും കൂടി രണ്ടാമതൊരു ഹണിമൂണിനെ പറ്റി ചിന്തിക്കുകയാണെന്നിങ്ങനെ ഉപേന്ദ്രനോട് പറയുമ്പോൾ എങ്കിൽ കാറ്റ് ദിശ മാറി വീശാൻ തുടങ്ങി, നമുക്ക് ദോഷമാണ് എന്ന് പറഞ്ഞ് അവരങ്ങ് അകത്തേക്ക് കയറുകയാണ്. അന്നേരം ഇവരെ കാണുമ്പോൾ രോഹിത് അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്, ശ്യാമ എഴുന്നേൽക്കുകയാണ്. തുടർന്ന് നമ്മൾ വന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും ബുദ്ധിമുട്ടായോ എന്നിങ്ങനെ സുസ്മിത ചോദിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ട്? നിങ്ങൾക്കും കൂടി കയറി വരാൻ അവകാശമുള്ള വീടല്ലേ ഇതെന്ന് രോഹിത് പറയുന്നുണ്ട്. അന്നേരം ഞങ്ങൾക്ക് കൂടി കയറി വരാനുള്ളതെന്നല്ല, ഞങ്ങൾക്ക് മാത്രം കയറി വരാൻ അവകാശമുള്ള വീട് എന്നിങ്ങനെ സുസ്മിത അത് തിരുത്തുന്നുണ്ട്. തുടർന്ന് ഉപേന്ദ്രൻ അവിടേക്ക് ഇരുന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അനിയ നിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, എന്തുദ്ദേശം? എനിക്ക് ഇവിടെ നിന്ന് അങ്ങനെ പെട്ടെന്ന് പോകാനായിട്ട് കഴിയില്ല, എനിക്ക് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള വീടാണ്, എനിക്ക് പോകാനായിട്ട് വേറെ ഇടവും ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ഉപേന്ദ്രൻ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ കാശ് വേണം, ഒന്നുകിൽ ഇത് വിറ്റ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേറെ കാശ് എനിക്ക് തിട്ടപ്പെടുത്തി തരണം, വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും എന്നിങ്ങനെ പറയുകയാണ്. ഉപേന്ദ്രൻ തറപ്പിച്ചോടെ പറയുന്നുണ്ട്. രോഹിത് നേരെ കൈ ചൂണ്ടിയൊക്കെ സംസാരിക്കുകയാണ്. ശ്യാം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിത പറയുകയാണ്, നിനക്കിവിടെ നിന്ന് ഇറങ്ങാൻ ഭാവമില്ല എന്നുണ്ടെങ്കിൽ നിന്റെ അന്തകനെ നീ തന്നെ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്, അത് നിനക്ക് ദോഷം തന്നെ ചെയ്യും എന്നിങ്ങനെ കൈ ചൂണ്ടി രോഹിത്തിന് നേരെ സുസ്മിത പറയുന്നുണ്ട്. ഒരു ഭീഷണി എന്ന പോലെയാണ് സുസ്മിത അവിടെ പറയുന്നത്. രണ്ടുപേരും കേട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഇതേ സമയം അവിടെ കുടുംബശ്രീ വീട്ടിലെ അനൂപാണെങ്കിൽ ശാലിനിയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. ഈ നൂറിൻ്റെ കാര്യം രജിസ്റ്റർ മാരേജ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ കാര്യം ശാലിനി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ഇത് വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ, ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണെന്ന് പറയുമ്പോൾ, നിങ്ങൾ മാത്രം ആലോചിച്ചാൽ പോരാ, മുതിർന്നവർ, വീട്ടിലെ കാരണവർ, എൻ്റെ അച്ഛൻ, അമ്മ എല്ലാവരും ഒക്കെ ആലോചിക്കണമെന്ന് പറയുമ്പോൾ, അച്ഛൻ്റെ കാര്യം ചേച്ചിക്ക് അറിയാമല്ലോ, പിന്നെ അമ്മയുടെ കാര്യം, അമ്മയാണെങ്കിൽ ഇതറിഞ്ഞ് സമ്മതിക്കത്തേയില്ല, അതുകൊണ്ടാണ് ഞാൻ രജിസ്റ്റർ മാരേജിൻ്റെ കാര്യം പറഞ്ഞത്. ഇത് നമ്മൾ ആരും അറിയാതെ രഹസ്യമാക്കി വെച്ചോളാം, ഇപ്പോൾ ഇങ്ങനെ ഒരു ലോക്ക് ചെയ്ത് വെച്ചാൽ അത് ഭാവിയിൽ നമുക്ക് പ്രയോജനം ചെയ്യുമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ പെട്ടെന്ന് ഒന്നും നടക്കില്ല, പിന്നെ നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തു എന്ന് വെച്ചോ, പക്ഷേ പിന്നീട് നിൻ്റെ അമ്മ അവളെ മരുമകളായിട്ട് വലുതുകാലം വെച്ച് നിലകളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് സ്വീകരിക്കുമെന്ന് ചോദിക്കുക. അന്നേരം അതില്ല എന്ന് പറയുന്നുണ്ട് അനൂപ്. തുടർന്ന് ചോദിക്കുന്നുണ്ട്, നൂറിൻ്റെ ബന്ധുക്കൾ എന്തായാലും നിങ്ങളെ ഇവിടെ ജീവിക്കാനായിട്ട് സമ്മതിക്കുമെന്ന് ചോദിക്കുകയാണ്. അതും അവർ അനുവദിക്കില്ല, അതുകൊണ്ട് നീ ആദ്യം ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു ഇതുണ്ടാക്കുക, അതിനുശേഷം നമുക്ക് കല്യാണത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുക എന്ന് പറയുകയാണ്. അന്നേരം അനു പറയുന്നുണ്ട്, അപ്പോഴത്തേക്കും അവളുടെ നിക്കാഹ് കല്യാണം നടത്തും അവിടെ. അവളുടെ മാമായുടെ മോനാണെങ്കിൽ അതിനുവേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലോക ഫ്രോഡായ അവൻ്റെ ഭാര്യയാവുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് അവൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അവളെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല, അത്രയ്ക്ക് സ്നേഹിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ അനു പറയുമ്പോൾ ശാലിനി പറയുകയാണ്, നീ എൻ്റെ മനസ്സമാധാനം കൂടി കളയാനുള്ള ഇങ്ങോട്ടത്തേക്ക് വന്നത്, നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എൻ്റെ അമ്മയ്ക്കല്ലേ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്, ഞങ്ങൾക്ക് എന്നും രണ്ടാം സ്ഥാനമാണല്ലോ, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ അമ്മയെ വിളിച്ച് എനിക്ക് ഞാൻ വിളിച്ചാൽ അവരെടുക്കില്ല, ഞാൻ സംസാരിക്കാമെന്ന് പറയുകയാണ്. അന്നേരം അത് വേണ്ട, പിന്നെ എന്നെ ഇത്രയൊക്കെ ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നത് തന്നെ ശാരദാമ്മയ്ക്കും ശാലിനി ചേച്ചിക്കും ഒക്കെ വേണ്ടിയാണെന്നും പറഞ്ഞാണ് അവിടെ ബഹളമാണ്, ഇതും കൂടി അറിഞ്ഞ് എന്നെ ഇവിടെ നിൽക്കാനേ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കുക, ഇന്ന് നീ എന്തായാലും പോകണ്ട, ശാരദാമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ന് ഇവിടെ നിൽക്കും, നാളെ പോകാം, ഞാൻ അകത്തേക്ക് വന്ന് ശാലിനി വിളിക്കുന്നുണ്ട്. ഇതേ സമയം രാത്രി അവിടെ സത്യഭാമയുടെ വീട്ടിൽ രാഘവൻ നായർക്ക് സത്യഭാമ ഇങ്ങനെ കഞ്ഞി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ രാഘവൻ നായർ കഴിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. എനിക്ക് വേണ്ട, വിശപ്പില്ല എന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കുകയാണ്. ഭാമ കൊടുക്കും തോറും അത് കഴിക്കുന്നുമില്ല. ഈ സമയത്താണ് വിഷ്ണു ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഈ സംസാരം കേട്ടുകൊണ്ടാണ് വരുന്നത്. അന്നേരം ഇതെന്താ രണ്ടുപേരും വീണ്ടും വഴക്കായും ചോദിക്കുകയാണ്. അന്നേരം വഴക്കൊന്നും ഇല്ലടാ മോനെ, എനിക്കാണെങ്കിൽ ഇത് വേണ്ട, ഭക്ഷണം വേണ്ട, വിശപ്പില്ല എന്ന് പറയുകയാണ്. അന്നേരം അതെന്താ അച്ഛൻ്റെ നേരത്തെ അമ്മ ചായ കൊണ്ടുവന്നപ്പോഴും കുടിച്ചില്ല, ഈ കഞ്ഞിയെങ്കിലും കഴിക്കുക, അമ്മയ്ക്ക് വിഷമാവില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനിപ്പോൾ എന്താ വേണ്ടതെന്നും പറഞ്ഞ് രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം അമ്മ അങ്ങോട്ട് കോരി തരുമ്പോൾ അച്ഛൻ വാ തുറക്കണം, അത്രേ വേണ്ടൂ എന്ന് പറയുകയാണ്. തുടർന്ന് സത്യഭാമ ഇങ്ങനെ സ്പൂണിൽ കോരി കൊടുക്കുമ്പോൾ ആദ്യം വാ തുറക്കുന്നില്ല. അന്നേരം തുറക്കച്ചാ കഴിക്കച്ചാ എന്ന് പറഞ്ഞ് വിഷ്ണു നിർബന്ധിക്കുമ്പോൾ രാഘവൻ നായർ ദേഷ്യത്തോടെയാണ് വാ തുറക്കുന്നതും അത് കഴിക്കുന്നതും ഒക്കെ. തുടർന്ന് അത് വിഷ്ണു കുറേ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു പറയുകയാണ്, അമ്മ ഇനി അമ്മ ഇങ്ങനെ വീടുകൾ തോറും ഭക്ഷണം വയ്ക്കാൻ അല്ല പലഹാരം വയ്ക്കാനും ഒന്നും പോണ്ടെന്ന് പറയുകയാണ്. അന്നേരം അപ്പോൾ നമ്മളെ ഉദ്ദേശിച്ച് നമ്മളെ വിശ്വസിച്ച് കടക്കാർക്കൊക്കെ വാക്ക് കൊടുത്തിരിക്കുന്നതോ അവരൊക്കെ പഴയ ആൾക്കാരെ കളഞ്ഞിട്ട് നമ്മളിൽ നിന്ന് സാധനം വാങ്ങാമെന്നാണ് പറഞ്ഞത്, അപ്പോൾ ഇനി അവരെയൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നല്ല, പൊന്ന് ചെയ്തോട്ടെ, എൻ്റെ ഓട്ടോ ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ കൂടി സഹായിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് അമ്മേ ഞാനിപ്പോൾ ഓട്ടം പോവുകയല്ലേ, നമ്മൾ 3 പേരുടെ കാര്യമല്ലേ, ഇവിടുത്തെ ചിലവല്ലേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഉണ്ടായ നഷ്ടങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ കിടന്ന് നീന്തി തുടങ്ങിയതല്ലേ ഉള്ളൂ, അല്പം സാവകാശം എനിക്ക് ഞാനൊന്ന് നേരെ നിവർന്ന് നിന്നോട്ടെ
കിടന്നോട്ടെ എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ കടുപ്പിച്ച് പറയുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ട് വിഷ്ണു ആ കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. ആകെ വിഷമമൊക്കെ വരുന്നുണ്ട് വിഷ്ണുവിന്. വിഷ്ണു പറയുകയാണ്, നമുക്ക് നഷ്ടങ്ങളെല്ലാം തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യാം, നമ്മുടെ ആ പഴയ വീടും എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം, പക്ഷെ അല്പസമയം വേണം. ചതിച്ചവരുടെ എല്ലാവരുടെയും മുഖം ഒരു കനൽ എന്ന പോലെ എല്ലാവരുടെയും മുഖം എൻ്റെ മുന്നിലുണ്ട്, അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. പഴയ വീടിൻ്റെ ഉമ്മറത്തെ ചാരുകസേരയിൽ ഒരു രാജാവിനെ പോലെ ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ടുവന്നിരുത്തുക തന്നെ ചെയ്യും, അത് അവരെ കൊണ്ട് തന്നെ തിരിച്ചെഴുതിക്കും ഞാൻ, അതിന് ചതി എങ്കിൽ ചതി എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. തുടർന്നാണെങ്കിൽ വിഷ്ണു അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട്, ശരി, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, ഞാൻ അനുസരിക്കുകയും ചെയ്യാം, പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം നീ അനുസരിക്കണം, എങ്കിൽ എനിക്കത് സമ്മതമാണെന്ന് പറയുകയാണ്. അന്നേരം തുടർന്ന് ഭാമ പറയുന്നുണ്ട്, ശാലിനിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നീ ഉപേക്ഷിക്കണം, പറ്റുമോ? എങ്കിൽ നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാനും അനുസരിക്കാം, എന്താ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഭാമയെ നോക്കിയിട്ട് അങ്ങ് അപ്പുറത്തേക്ക് മാറി പോകുന്നുണ്ട്. തുടർന്ന് സത്യഭാമയാണെങ്കിൽ വീണ്ടും ഇരുന്ന് രാഘവൻ നായർക്ക് ഇങ്ങനെ കഞ്ഞി കൊടുക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് രാഘവൻ നായർ മാറ്റുകയാണ്. തുടർന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഭാമ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ചോദിച്ചതിനുള്ള ഉത്തരം രാഘവേട്ടൻ തന്നെ പറഞ്ഞല്ലോ, എന്നെ രാഘവേട്ടൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി കഞ്ഞി അവിടെ വെച്ചിട്ട് സത്യഭാമ അങ്ങ് വേറെ അകത്തേക്ക് മുറിയിലേക്ക് അങ്ങ് പോവുകയാണ്. രാഘവൻ നായർ വിഷമിച്ചിരിക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്ന വിഷ്ണു ആണെങ്കിൽ സത്യഭാമ പറഞ്ഞ ശാലിനിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം എന്നിങ്ങനെ പറഞ്ഞതിങ്ങനെ ഓർത്ത് വിഷമത്തിലും ദേഷ്യത്തിലും ഒക്കെ നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിലെ സത്യയും പപ്പിയും കൂടി വെളിയിലിരുന്ന് പഠിക്കുകയാണ്. അന്നേരം ഒരു കാറ് വരുന്നുണ്ട്. അതിൽ നിന്ന് രണ്ടുപേരിങ്ങനെ ഇറങ്ങുകയാണ്. കണ്ടാൽ ഗുണ്ടകളെ പോലെ തോന്നിക്കും. അപ്പോൾ അവരിങ്ങനെ ഇറങ്ങുന്ന കാണുമ്പോൾ സത്യ ചോദിക്കുന്നുണ്ട്, പപ്പി ആരാ ഇവരെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ശാരദാമ്മയെ വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് സത്യം അകത്തേക്ക് പോകുന്നുണ്ട്, ഇവരെ കണ്ട് പേടിച്ചിട്ട്. അന്നേരം ഈ വന്നവർ സംസാരിക്കുന്നുണ്ട്, അതാണ് കുട്ടികൾ, അതിൽ വലുത് ഭാഗത്തിരിക്കുന്ന കുട്ടിയാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് പപ്പിയെ ചൂണ്ടിയാണ് പറയുന്നത്. എന്നിട്ട് പപ്പിയെ സത്യ അകത്തേക്ക് പോയ തക്കം നോക്കി പപ്പിയെ മുക്കുമായും ഇങ്ങനെ പൊത്തിപ്പിടിച്ച് പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അത് ശ്യാമ കാണുന്ന ഒരു സ്വപ്നം മാത്രമാണ്. ശ്യാമ മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഞെട്ടി ഉണരുകയാണ്. അന്നേരം അടുത്ത് നോക്കുമ്പോൾ രോഹിത്തിനെ കാണുന്നില്ല, ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ. അതേസമയം രോഹിത് ആണെങ്കിൽ രോഹിത്തെ എന്നൊക്കെ ഇങ്ങനെ ശ്യാമ വിളിക്കുന്നുണ്ട്. അതിനുശേഷം ശ്യാമ എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ അവിടെ രോഹിത്ത് മറ്റൊരു മുറിയിലാണെങ്കിൽ കുറേ പേപ്പറുകൾ എന്തൊക്കെയോ ഒരു കവറിൽ നിന്ന് എടുക്കുന്നുണ്ട്, എന്തെല്ലാം എഴുതുകയോ വരയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് രോഹിത്ത്. പക്ഷേ ശ്യാമ വരുന്ന ശബ്ദം കേട്ടുകൊണ്ട് രോഹിത് ആണെങ്കിൽ പെട്ടെന്ന് അത് കവറിലേക്ക് ഇട്ട് അൽമാരിക്കകത്തേക്ക് അങ്ങ് വയ്ക്കുകയാണ്. എന്നിട്ടൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം എന്താ രോഹിത്ത് ഇവിടെ ചോദിക്കുമ്പോൾ അന്നേരം ഞാൻ അല്പം വെള്ളം കുടിക്കാനായിട്ട് വന്നതാണ്, പക്ഷെ അന്നേരമാണ് ഇവിടെ കുറേ പേപ്പർ കിടക്കുന്ന കണ്ടത്, ചെതറി കിടക്കുന്നത്, അങ്ങനെ ഞാനെടുത്ത് അകത്ത് വെക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അല്ലെ ശ്യാമയ്ക്കത് സംശയം തോന്നുന്നുണ്ട്. അന്നേരം ഞാൻ നേരത്തെ വന്നപ്പോൾ ഇവിടെ കണ്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം രോഹിത്ത് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്, പക്ഷേ ശ്യാമയെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം അതെ, ഒരു പക്ഷേ നീ കിടന്നതിന് ശേഷമായിരിക്കും, നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം എന്ന് പറയുകയാണ്. പക്ഷെ അന്നേരവും ശ്യാമ ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്നുണ്ട്. രോഹിത്ത് വീണ്ടും അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്, വീണ്ടും ചെങ്കെടുക്കുന്നു, വെള്ളം കുടിക്കുന്നു, ആകെ ഒരു വെപ്രാളം പോലെ. തുടർന്ന് ശ്യാമ ഇങ്ങനെ സംശയത്തോടെയൊക്കെ നോക്കിയിട്ട് അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശ്യാമ ചിന്തിക്കുകയാണ്, രോഹിത് എന്തോ ഒളിക്കുന്നത് പോലെ, എന്തായിരിക്കും അത് എന്ന് ശ്യാമ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഇതേസമയം രോഹിത് ശ്യാമ പോയതിന് ശേഷമാണെങ്കിൽ വീണ്ടും അൽമാരിക്കകത്ത് നിന്നും ആ കവർ എടുത്തിട്ട് ഈ അൽമാരി അടിയിലേക്ക് നീക്കി വെക്കുകയാണ്. പക്ഷെ അതൊരു ആ കവറിൻ്റെ അറ്റം ശകലം ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കിടക്കുന്നുണ്ട്. അത് നോക്കിയാൽ ഇങ്ങനെ കാണാവുന്ന രീതിക്ക് അതിങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ശ്യാമയുടെ അടുത്തേക്ക് രോഹിത് പോകുന്നുണ്ട്. ഇത്രയുമേ സീനിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ശരിക്കും ഈ ശ്യാമ കണ്ട ആ ഒരു സ്വപ്നം പിന്നെ ഫലിക്കുന്നത് പോലെ ആ ഒരു സീൻ വരുന്നത്, കുട്ടികളെ ആ പാർക്കിൽ നിന്നും തട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ. അപ്പോൾ ഈ രോഹിത് ഇവിടെ എടുത്തു വെച്ചത് എന്താണെന്നുള്ളതാണ്. ഇനി പ്രമാണത്തിൻ്റെ ഒരു വീടിൻ്റെ പ്രമാണത്തിൻ്റെ എന്തെങ്കിലും ആണോ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.